2 തവണ പവർ ടീമിൽ വന്ന വ്യക്തിയാണ് യമുന. എന്നിട്ട് പോലും പവർ ടീമിന്റെ പവർ എന്താണെന്ന് കൃത്യമായിട്ട് യമുനയ്ക്ക് ഇതുവരെ അറിയില്ല എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അവരുടെ പവർ ടീം വന്നിട്ട് ആദ്യം ചിക്കൻ കറി വെക്കാനായിട്ട് ടീമിനെ ഏൽപ്പിച്ചു. അതിനുശേഷം അർജുൻ വന്നിട്ട് അവിടെ യമുനയുടെ അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി അപ്സര വെക്കട്ടെ ചിക്കൻ കറി എന്ന് പറയുന്നുണ്ട്. അത് യമുനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ക്യാപ്റ്റൻ ഒരു കാര്യം പറയുന്നു, പവർ ടീം മറ്റൊരു കാര്യം പറയുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, നിങ്ങളുടെ കുട്ടിക്കളിക്ക് നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വലിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പൊക്കോ എന്ന് തന്നെ അവിടെ അർജുൻ പറയുന്നുണ്ട് യമുനയുടെ അടുത്ത്. എന്നിട്ട് അവിടെ അപ്സരയും ബാക്കി എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ അത് പവർ ടീമിനെ ആര് കുക്ക് ചെയ്യണം, എന്ത് കുക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം പവർ ടീമിനുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ ജാൻമണിയും അതിനെതിരെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റനെതിരെ നിങ്ങൾ തീരുമാനം എടുക്കുന്ന ക്യാപ്റ്റനാണ് ഈ വീട്ടിൽ പണിയെടുപ്പിക്കുന്ന ആള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ജാൻമണിയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും 2 തവണ 2 ആഴ്ച പവർ ടീമിലുണ്ടായിരുന്ന ആൾക്കാരാണ്. എന്നിട്ട് പവർ ടീമിന്റെ പവർ എന്താണെന്ന് അറിയാത്ത പവർ ടീം അംഗങ്ങളായിരുന്നു ഈ 2 എണ്ണം എന്ന് പറയേണ്ടി വരും. അവിടെ അർജുനും റസ്മിനും നല്ല രീതിയിൽ അവിടെ പവർ ടീമിന്റെ പവർ ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ അതിനെതിർത്ത് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 എണ്ണം വാദിക്കുന്നതാണ് കണ്ടത്. എന്തായാലും അർജുനും റസ്മിനും ഒട്ടും വിട്ടുകൊടുത്തില്ല. പവർ ടീമിന് അങ്ങനെ ഒരു അധികാരമുണ്ട്, ആര് കുക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പവർ ടീമിനുണ്ട്. അപ്സര കുക്ക് ചെയ്താൽ മതി, ചിക്കൻ കറി വെച്ചാൽ മതി എന്നവിടെ കൃത്യമായിട്ട് പറഞ്ഞു. അവിടെ യമുനയായിട്ട് വലിയൊരു വഴക്ക് തന്നെ ഉണ്ടായി. സൗകര്യം ഇല്ലെങ്കിൽ ഇറങ്ങി പൊക്കോളാനൊക്കെ റസ്മിനും പറഞ്ഞു. അതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പവർ ടീമിനെയാണ് ആ വീട്ടിലെ സർവ്വാധികാരം എന്ന് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. എന്ത് ശിക്ഷ വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് എന്ത് കുക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കാം, നിങ്ങൾക്ക് എത്ര ഫുഡ് വേണമെങ്കിൽ കഴിക്കാം ഒക്കെ പറയുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാകാത്ത 2 ആഴ്ച പവർ ടീമിലിരുന്ന 2 മന്ദബുദ്ധികളാണ് യമുനയും അതുപോലെ ജാൻമണി എന്നാണ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്.